അങ്ങനെ ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ PV അൻവർ തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയെന്ന് അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട് വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എല്ലാ കാര്യങ്ങളും എത്തിച്ചു. സത്യസന്ധമായ അന്വേഷണം നടക്കും. പാർട്ടി സെക്രട്ടറിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും. ഒരു സഖാവ് എന്ന നിലയിലാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. എൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നു. അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കും. എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അജിത് കുമാറിനെ മാറ്റുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമല്ല. ആരെ മാറ്റണമെന്ന് മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കട്ടെ. പരാതി നോക്കിയേ ഉള്ളൂ. ആര് മാറണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്ന് അൻവർ വ്യക്തമാക്കി. 2 ദിവസങ്ങളായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഒരു വെള്ള പേപ്പറിൽ പരാതിയായി മുഖ്യമന്ത്രിക്ക് എഴുതി നൽകി. അൻവറിൻ്റെ ഈ പ്രവർത്തികൾക്ക് പിന്നിൽ ആരാണെന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ച അൻവറിൻ്റെ മറുപടിയാണ് രസം. പോരാട്ടത്തിന് ഇറങ്ങിയത് സഖാവ് എന്ന നിലയിലാണെന്നും തൻ്റെ പിന്നിൽ സർവശക്തനായ ദൈവം മാത്രമാണ് ഉള്ളതെന്നാണ് അൻവർ പറഞ്ഞത്. അൻവറിൻ്റെ ആ മറുപടിയിൽ മാധ്യമപ്രവർത്തകർ തൃപ്തരല്ല. രാഷ്ട്രീയ കേരളവും വിശ്വസിക്കുന്നില്ല. എങ്ങനെ വിശ്വസിക്കും? അൻവറിൻ്റെ പിന്നിൽ ആരുമില്ലാതെ ഇതൊന്നും നടക്കില്ല. അൻവറിന് ശക്തമായ പിന്തുണ പാർട്ടിയിലെ പവർ ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം അജിത് കുമാറോ സുജിത്തോ അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. ശശിയുടെ പടിയിറക്കമാണ് അവരുടെ സ്വപ്നം. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ശശി വീണ്ടും തിരിച്ചെത്തിയത് പഴയ കസേരയിലേക്ക് ആണ്. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് വെട്ടിപ്പിടിക്കുന്ന അധികാര കേന്ദ്രം കുറച്ചൊന്നുമല്ല എതിരാളികളെ അലവരസപ്പെടുത്തുന്നത്. ശശിയുടെ അടുത്ത മോഹം ഈ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിലെത്തുക, അതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുക. തലശ്ശേരി മണ്ഡലത്തിൽ 2 ടൈമായി ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ. അടുത്ത ഊഴം 2 തവണ മത്സരിച്ചാൽ മൂന്നാമത് അവരെ മത്സരിപ്പിക്കില്ല. അടുത്ത ഊഴം തനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ശശിക്കുള്ളത്. ഇതിന് തടയിടുകയാണ് പവർ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അൻവറിലൂടെ ADGP അജിത് കുമാറിലൂടെ ശശിയിലേക്ക് എത്തിയത്. പക്ഷേ ഇത് മണത്തറിഞ്ഞ പിണറായി വിജയൻ അതിന് തടയിട്ടു. അവർക്ക് രക്ഷാകവചം ഒരുക്കി. അൻവർ പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുന്ന പരാതിയാണ് ഇനി ഏക പ്രതീക്ഷ. അതെന്താവുമെന്ന് കാത്തിരുന്ന് കാണാം.